ഇനി നാവുകൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്, ബുദ്ധി കൊണ്ടാ. അങ്ങനെ വേണം വിജയത്തിലേക്ക് എത്താൻ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായമ്മേ. അമ്മ പറ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നത്? കാവിലെ ഉത്സവത്തിന്റെ തീയതിയും സമയവും കുറിക്കാൻ ജോത്സ്യർ ഇവിടേക്ക് വരണമല്ലോ. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പത്മാവതി മാഡം കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല വേണുട്ടാ, വേണുട്ട ഇരിക്ക്. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ട്, ഒരു വിശേഷമുണ്ട്. എന്ത് വിശേഷം വേണുട്ടാ? വർമ്മ സാറ് കുടുംബക്ഷേത്രത്തില് ഒരു ചടങ്ങ് നടത്താൻ പോവുക. അതുകൊണ്ട് കുടുംബസമേതം എല്ലാവരോടും വരാൻ പറഞ്ഞു. അതെന്ത് ചടങ്ങാണെന്ന് മാഡത്തിനറിയോ? അറിയാം. അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് പ്രതാപേട്ടനെ ഓർമ്മിപ്പിച്ചത് ഞാനാ. മാഡം അപ്പോ വർമ്മ സാറിനെ കണ്ട് സംസാരിച്ചോ? കണ്ട് സംസാരിച്ചില്ല, ഫോണിൽ സംസാരിച്ചു. മാഡം എന്തൊക്കെയായി പറയണേ? ഈശ്വരാ, ഞാനെന്ത് സ്വപ്നം കാണുകയാണോ? ഇല്ല വേണുട്ടാ, ഞാൻ പ്രതാപേട്ടനെ വിളിച്ചത് എന്റെ പ്രൈവറ്റ് നമ്പറിൽ നിന്നാ. ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്തിനാണ് കുടുംബക്ഷേത്രത്തിലെ ചടങ്ങ് നടത്തുന്നതെന്ന് വേണുവേട്ടന് അറിയാമോ? ഇല്ല. അങ്ങനെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് വർമ്മ സാർ എന്നോട് പറഞ്ഞിരുന്നില്ല. ആ കുടുംബത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനമായ തലമുറകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് കുടുംബക്ഷേത്രത്തിന്റെ കാവില് നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങ് കഴിയുന്നതോടെ രാജു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമാവും. പ്രധാന അംഗമെന്ന് പറഞ്ഞ റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന പോലെ അല്ല. കുടുംബത്തിലെ എല്ലാ സ്വത്തുക്കളുടെ അവകാശി ഋതികയാ. കാവിലെ ചടങ്ങ് കഴിയുന്നതോടെ ഋതികയുടെ അതേ സ്ഥാനം കുടുംബത്തിലെ രാജുവിന് ലഭിക്കും. ചിലപ്പോ ഋതികയേക്കാൾ ഏറെ പ്രാധാന്യം രാജുവിന് ലഭിക്കും. പ്രതാപേട്ടന്റെ രാഷ്ട്രീയ പിൻഗാമി രാജു ആയിരിക്കും. എന്താ മാഡം ഞാൻ ഈ കേക്കണത്? രാജുവിന്റെ ജാതകത്തില് രാജയോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു അല്ലേ എന്റെ മകന്റെ ജീവിതത്തില് കാലം അവനു വേണ്ടി കാത്തുവച്ച മഹാഭാഗ്യം. ഋതികയുടെ ജീവിതത്തിലേക്ക് വെളിച്ചവും രാജുവിന്റെ ജീവിതത്തില് ഉയർച്ചയും ഉണ്ടാവാൻ പോവാണ്. അംബിക മാഡത്തിന് ഈ ചടങ്ങുകളെ കുറിച്ച് അറിയില്ലേ? അറിയാം. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ചടങ്ങ് മുടക്കാൻ അവരമ്മയും മകനും ആവുന്നത് ശ്രമിക്കും. പക്ഷെ ഒരു കാരണവശാലും അവരുടെ മനസ്സിലിരിപ്പ് നടക്കരുത്. ശ്രദ്ധിക്കണം, 4 ദിക്കിലും കണ്ണു വേണം. എന്ത് വില കൊടുത്തും ഈ ചടങ്ങ് നമ്മൾക്ക് നടത്തണം. ഈ ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഋതികയെ ഉപേക്ഷിക്കാനോ വേണ്ടെന്ന് വെക്കാനോ രാജുവിന് കഴിയില്ല.